വി എസിൻ്റെ ചിതയുടെ ചൂട് വിട്ടുമാറുന്നതിന് മുൻപ് സവിശേഷമായ രീതിയിൽ വി എസിനെ ആക്രമിക്കാനുള്ള നീക്കവും കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നത് നിർഭാഗ്യകരമാണ്. ചില മാധ്യമങ്ങളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഏതാനും ദിവസങ്ങളായിട്ടേ ഉള്ളൂ വി എസ് ഇവിടെ വാങ്ങിയിട്ട്. ആ ദിവസങ്ങളെങ്കിലും കാത്തിരിക്കാനുള്ള മര്യാദ ചില കോണുകളിൽ നിന്നും ഉണ്ടാവുന്നതേയില്ല. വി എസ് എന്ന രണ്ടക്ഷരങ്ങൾ വിവാദത്തിൽ കുരുക്കിയിടാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് വി എസിനോടുള്ള അനാദരവാണ്, അത് മനുഷ്യത്വരഹിതമാണ്. വി എസിനെ വിയോജിപ്പുകളുടെയും വിഭാഗീയതയുടെയും പ്രതീകമായി അവതരിപ്പിക്കാൻ തളച്ചിടാനാണ് ഒരു കൂട്ടം മാധ്യമങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. കേരളത്തിൻ്റെ തന്നെ നേതൃസ്ഥാനത്തുള്ള ഒരാൾ, എല്ലാവരുടെയും സ്നേഹാദരങ്ങൾക്ക് പാത്രമായ ഒരാൾ, ലോകത്തിലെ തന്നെ ഏറ്റവും തലമുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, അങ്ങനെ ത്യാഗസമ്പൂർണവും സാഹസികവുമായ ഒരു രാഷ്ട്രീയ ജീവിതം, ആ രാഷ്ട്രീയ ജീവിതത്തിനുടമയായ വി എസിനെ ആക്രമിക്കുന്ന ശൈലി മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം. അതിനുവേണ്ടി ഏതെല്ലാം കൽപ്പിത കഥകളാണ് മെനഞ്ഞുണ്ടാക്കുന്നത്. ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് നേരിട്ടുള്ള ചോദ്യത്തിന് വി എസ് തന്നെ മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യങ്ങൾ ഇപ്പോൾ വി എസ് ജീവിച്ചിരിക്കുന്നില്ല എന്ന ധൈര്യത്തിൽ വി എസിനെ ആക്രമിക്കാനും അത്തരത്തിലുള്ള വിവാദങ്ങളുടെ പുകമറയ്ക്കുള്ളിൽ വി എസ് എന്ന വ്യക്തിത്വത്തെ കൊണ്ടുചെന്നെത്തിക്കാനുമുള്ള ഹീനമായ നീക്കമാണ് ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അത് വി എസിനോടുള്ള അനാദരവാണ്. അത് ഈ നാട് അംഗീകരിക്കുന്നതുമല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ, നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ എക്കാലവും വി എസിൻ്റെ പേര് ഓർമ്മിക്കപ്പെടും. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയത്തിൽ എല്ലാ കാലവും വി എസ് എന്ന രാഷ്ട്രീയ നേതാവ് സർവപ്രതാപങ്ങളോടെയും കൂടെ നിലനിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളായ ബഹുമാന്യരായ നേതാക്കന്മാരെല്ലാം ഈ വേദിയിലുണ്ട്. ഞാൻ കൂടുതൽ സമയമെടുത്ത് പ്രസംഗിക്കണം എന്നാഗ്രഹിക്കുന്നില്ല. വി എസിൻ്റേത് CPIM മാത്രമല്ല, രാഷ്ട്രീയ കേരളത്തിന് തന്നെ വലിയ ഒരു നഷ്ടമാണ്. ആ തലമുറയിൽ നിന്ന് ഇനി ആരും നമ്മോടൊപ്പമില്ല. ചരിത്രത്തിലെ അസാധാരണമായ ഗതിവിഗതികൾക്ക് സാക്ഷ്യം വഹിച്ച തീക്ഷ്ണമായ ഒരു കാലഘട്ടത്തിൻ്റെ കർമ്മസാക്ഷികളായിരുന്ന മഹാന്മാരായ നേതാക്കന്മാർക്ക് ജന്മം നൽകിയ ഒരു കാലം, ആ കാലത്തിൻ്റെ ഭാഗമായിരുന്നു വി എസ്. വി എസിൻ്റെ വിയോഗത്തോടെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം അവസാനിക്കുകയാണ്.